ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഐഫോണിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നൊരു കാര്യമാണ് ബാറ്ററി ഹെൽത്ത് എല്ലാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഈ ബാറ്ററി എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ് എന്ന ഭാഗത്ത് സർവീസ് എന്ന് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് ബാറ്ററി ഹെൽത്ത് ഇത് കുറവായതുകൊണ്ട് തന്നെ സർവീസ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് നമ്മുടെ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാറ്ററിയുടെ മാക്സിമം കപ്പാസിറ്റി എല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ എടുത്തതിന് ശേഷം ഏകദേശം 3 വർഷത്തിൽ കൂടുതൽ, 4 വർഷത്തിൻ്റെ അടുത്തെല്ലാം ആയിട്ടുണ്ട്. അതിനാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഐഫോണിൽ ഇതിൽ ഏജസ് എല്ലാം വരുമ്പോൾ, അതായത് നമ്മുടെ യൂസേജിനനുസരിച്ച് ഈ ഒരു ബാറ്ററിക്ക് ഏജസ് എല്ലാം വരാം. അതിനാൽ തന്നെ ഇത് കെമിക്കലി ഏജ്ഡ് ആകുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ബാറ്ററി എല്ലാം റീപ്ലേസ് ചെയ്യേണ്ടതായെല്ലാം വരും. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന മാക്സിമം കപ്പാസിറ്റി 80% താഴെയെല്ലാം വരുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു സർവീസ് എന്ന മെസ്സേജ് എല്ലാം വരാം. അപ്പോൾ ഇനി ഇങ്ങനെ വന്നതിന് ശേഷം ഇനി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാറ്ററി മാറ്റണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം പെർഫോമൻസ്, അതുപോലെ നിങ്ങൾക്ക് വേണ്ട ബാറ്ററി ബാക്കപ്പ് എല്ലാം കിട്ടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് പറയുന്നതിന് കാരണം ഇവിടെ നിങ്ങൾക്ക് ഈ പീക്ക് പെർഫോമൻസ് കപ്പാസിറ്റി എന്നെല്ലാം കാണിക്കും. ചില ആളുകൾക്ക് ഈ ഒരു മെസ്സേജ് അല്ലായിരിക്കും വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. പീക്ക് പെർഫോമൻസ് കപ്പാസിറ്റി എന്ന ഭാഗത്ത് ചില ആളുകൾക്ക് ഇത് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ബാറ്ററി എല്ലാം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ പെർഫോമൻസിനെ അധികം ബാധിച്ചിട്ടില്ല എന്ന മെസ്സേജ് എല്ലാം കാണിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ മാറ്റേണ്ട ആവശ്യമില്ല. എന്നാൽ എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ എല്ലാം തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഇത് ഇമ്പാക്റ്റ് ചെയ്യപ്പെടാം എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു കാര്യം ഇത് കറക്റ്റായി നമുക്ക് സ്ഥിരീകരിക്കുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആപ്പിൾ സപ്പോർട്ട് ടീമുമായെല്ലാം കോൺടാക്ട് ചെയ്യാം. അതിനുശേഷം അവർക്ക് റിമോട്ട് ആക്സസ് എല്ലാം ലഭിച്ചതിന് ശേഷം അവർക്ക് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇത് റീപ്ലേസ് ചെയ്യാറായിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് പറയാനെല്ലാം സാധിക്കും. കാരണം പഴയ കുറച്ച് മോഡലുകളിലെല്ലാം ഇത്തരത്തിൽ ഈ ബാറ്ററി ഹെൽത്ത് എല്ലാം കാണിക്കുന്നത് ഇത് കറക്റ്റ് അക്യുറേറ്റ് ആയ ഇൻഫർമേഷൻ ഒന്നും ആയിരിക്കില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സർവീസ് സപ്പോർട്ടുമായി അവരുമായി ചാറ്റ് ചെയ്യുക എന്നതെല്ലാമാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ബാറ്ററി മെസ്സേജ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ യുവർ ബാറ്ററി ഹെൽത്ത് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഡ്രാഗ്ഡ് ആൻഡ് ആപ്പിൾ ഓതറൈസ്ഡ് സർവീസ് പ്രൊവൈഡർ ക്യാൻ റീപ്ലേസ് ദി ബാറ്ററി എന്നെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫൈൻഡ് യുവർ സർവീസ് ഓപ്ഷൻ എന്നതിൽ നമുക്ക് ടാപ്പ് ചെയ്ത് നോക്കാം എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഇതിപ്പോൾ പോകുന്നത് ആപ്പിൾ സപ്പോർട്ട് എന്ന ഈ ഒരു സൈറ്റിലേക്കെല്ലാമാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് അവരോട് ചാറ്റ് ചെയ്ത് ചോദിച്ച് ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് മാറ്റേണ്ടതുണ്ടോ എന്നെല്ലാം കൺഫേം ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇത് മാറ്റുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി റീപ്ലേസ്മെൻറ്റിന് വരുന്ന ഏകദേശം എമൗണ്ട് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. 8,800 രൂപയാണ് എൻ്റെ ഈ 12 Pro Max എല്ലാം ഇതിൻ്റെ ബാറ്ററി എല്ലാം മാറ്റുന്നതിനായി ഇവിടെ ഏകദേശം വന്നിരിക്കുന്ന ഒരു കൊട്ടേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഫൈൻഡ് ലൊക്കേഷൻ എന്നെല്ലാം കാണിക്കുകയാണെങ്കിൽ ഇതിൽ ടാപ്പ് ചെയ്ത് നമുക്ക് അടുത്തുള്ള സർവീസ് ലൊക്കേഷൻ, അതായത് ഓതറൈസ്ഡ് സർവീസ് ലൊക്കേഷൻ എവിടെയാണ് എന്നെല്ലാം ചെക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് തോന്നും ഇത്തരത്തിൽ ഈ ഒരു വലിയ എമൗണ്ട് എല്ലാം കൊടുത്ത് ബാറ്ററി മാറ്റേണ്ടതുണ്ടോ, അതായത് നമുക്ക് തേർഡ് പാർട്ടി സർവീസ് സെൻറ്ററിലെല്ലാം പോയി ഇത് ചെയ്തുകൂടെ എന്നെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഡൗട്ടെല്ലാം വരാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ല ഒരു പരിചയമുള്ള ഭാഗത്തെല്ലാം പോകുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു റീപ്ലേസ്മെൻറ്റിന് ഇത്രത്തോളം പ്രൈസ് ഒന്നും ഇല്ലാതെ ചെയ്യാനെല്ലാം സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇത് നമ്മുടെ എല്ലാവരുടെയും ഓപ്ഷനാണ്. പലരും ഇത് കറക്റ്റായി ആപ്പിളിൻ്റെ സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെ ചെയ്യാനെല്ലാം ആഗ്രഹിക്കും. കാരണം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇനി ഈ വാട്ടർ റെസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം തന്നെ കറക്റ്റായി നല്ല രീതിയിൽ ലഭിക്കണമെങ്കിൽ അത്രയും കാര്യമായി ഇത് സൂക്ഷ്മമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം. എന്നാൽ പലരും അറിയുന്ന സർവീസ് സെൻറ്റർ എല്ലാം ആണെങ്കിൽ, അതായത് തേർഡ് പാർട്ടി സർവീസ് സെൻറ്റർ എല്ലാം ആണെങ്കിൽ അവിടെയെല്ലാം പോയും ഇത്തരത്തിൽ ഈ ഒരു ബാറ്ററി എല്ലാം റീപ്ലേസ് ചെയ്യാറുണ്ട്. എങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ച്, അതായത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഡിസിഷൻ എടുക്കാം.
ഇപ്പോൾ ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം കോൾ വെയിറ്റ് ടൈം 2 minutes ഓർ ലെസ്. ഇവിടെ നമുക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, കോൾ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്ത് ഇത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ ഓക്കെ ആണോ യൂസ് ചെയ്യുന്നതിന്, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനെല്ലാം സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലെല്ലാം പോയാൽ അവർ ഇത് കറക്റ്റായി നിങ്ങൾക്ക് ഇതിനുള്ള ഗൈഡ് ലൈൻ എല്ലാം തരും. ഇത്തരത്തിൽ നമ്മൾ ഈ ബാറ്ററി എല്ലാം റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഈ പ്രകാരം ഈ മാക്സിമം കപ്പാസിറ്റി ഇതെല്ലാം തന്നെ ചേഞ്ചായി 100%-ലേക്കെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പാനിക് ആകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് നമ്മുടെ സമയമനുസരിച്ച്, അതായത് നമ്മൾ എത്രത്തോളം വർഷമെല്ലാം യൂസ് ചെയ്യുന്നു, നമ്മുടെ യൂസേജ് അനുസരിച്ച് ഈ ഒരു മാക്സിമം കപ്പാസിറ്റി ഇതിൽ ചേഞ്ചസ് എല്ലാം വരാം. ഇതുപോലെ ഇത് പതുക്കെ ഇത് കുറഞ്ഞു വരികയെല്ലാം ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്